വാട്സപ്പ് ഓപ്പണാക്കി അവളുടെ ഫോട്ടോയിലേക്ക് നോക്കി അങ്ങനെ കിടന്നു. ആനിക്കൊച്ചേ, എന്തെടുക്കുവാ? ഇത് ഞാനാണ് ജിജോ. കൊച്ചു വല്ലതും കഴിച്ചോ? അവൻ അങ്ങനെ ടൈപ്പ് ചെയ്ത് മെസ്സേജ് സെൻഡാക്കി. അവൻ്റെ മെസ്സേജ് സെൻഡായതും തുടരെയുള്ള മെസ്സേജിൻ്റെ സൗണ്ട് കേൾക്കെ ആനി ഫോൺ എടുത്ത് നോക്കി. ആരാ ഇപ്പോൾ? അവൾ ജിജോയുടെ മെസ്സേജ് ഓപ്പണാക്കി. അവൻ്റെ മെസ്സേജ് കണ്ടതും അവളിൽ ഒരു പിടപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു. അവളുടെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. നെഞ്ചിൽ കൊണ്ടുനടന്ന ആൾ ഇത്ര പെട്ടെന്ന് തനിക്ക് സ്വന്തമാകാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അവൾക്ക് വിശ്വാസം വന്നിട്ടില്ലായിരുന്നു. അവളുടെ മനസ്സിനെ അവൾ പറഞ്ഞു പഠിപ്പിച്ചു. ജിജോ ഇച്ചായൻ എൻ്റേതാണ്. അവൻ്റെ മെസ്സേജ് വീണ്ടും വീണ്ടും വായിച്ച് അവൾ സംതൃപ്തി അണഞ്ഞു. ആനി, അവളുടെ അനക്കമൊന്നുമില്ലല്ലോ. എൻ്റെ മെസ്സേജ് അവൾ കണ്ടിട്ടുണ്ടാകുമോ? അതും പറഞ്ഞ് ജിജോ അവൾക്ക് കോൾ ചെയ്തു. ജിജോയുടെ കോൾ കണ്ടതും ആനിയൊന്ന് പകച്ചു. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ചെവിയിലേക്ക് വെച്ചു. ആനിക്കൊച്ചേ, അവൾ മൂളി. എന്തെടുക്കുവാ? പഠിക്കുവാ? അവൾ വീണ്ടും മൂളി. ഡീ, ചെക്കന് ദേഷ്യം വരാൻ തുടങ്ങി. നിന്റെ മൂളൽ കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. നിനക്കെന്താ? വാ തുറന്ന് സംസാരിച്ചാൽ ഞാൻ നിന്നെ പിടിച്ചു വിഴുങ്ങുമോ? അവൾ വീണ്ടും മൂളി. ഡീ, അവൻ്റെ ഗാംഭീര്യമാർന്ന സ്വരം വീണ്ടും കേട്ടതും അവൾക്ക് മനസ്സിലായി അവൻ ദേഷ്യത്തിലാണ്. ജിജോ ചായ. അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കോൾ കട്ട് ചെയ്തു. ആനി ഫോണിലേക്ക് നോക്കിയതും കോൾ കട്ടായി. ഇതിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ടാ ഈ പിണക്കം? അവൾ ജിജോ വീണ്ടും വിളിക്കുമെന്ന പ്രതീക്ഷയിൽ അടുത്തായുള്ള ടേബിളിലേക്ക് ഫോൺ വെച്ച് ബെഡിലേക്ക് ചാഞ്ഞു. മുഖത്തേക്ക് പ്രകാശം അടിച്ചതും ആനി കണ്ണുകൾ ചിമ്മി തുറന്നു. അവൾ വേഗം ബെഡിൽ നിന്നും ചാടി എണീറ്റു. ഫോണെടുത്ത് നോക്കി. അതിൽ അവൻ്റെ കുറേ സോറിയും ഒപ്പം 2 മിസ് കോളും. ആനി സ്വയം തലക്കിട്ട് കൂട്ടി. ഛേ, ഞാൻ ഇത്രയ്ക്ക് ബോധമില്ലാതെയാണോ കിടന്നുറങ്ങിയത്? പാവം എൻ്റെ ജിജോ ചായൻ എന്തോ കരുതി കാണും. അതും പറഞ്ഞ് അവൾ താടിക്ക് കയ്യും കൊടുത്ത് അങ്ങനെ ഇരുന്നു. അടുക്കളയിൽ നിന്നും മേരി ഉച്ചത്തിൽ അലറാൻ തുടങ്ങി. ഡീ, നീ ഇന്ന് പോകുന്നില്ലായോ കോളേജിൽ? അത് കേട്ടതും ആനി, എൻ്റെ ഈശോയെ, ഞാൻ എന്തിരിപ്പായി ഇരിക്കുന്നേ? അതും പറഞ്ഞ് വേഗത്തിൽ ഉടുത്തു മാറാനുള്ളതുമായി അവൾ കുളിമുറി ലക്ഷ്യമാക്കി ഓടി. വേഗത്തിലൊരു കുളിയും പാസാക്കി പെട്ടെന്ന് റെഡിയായി അവൾ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ മേരി അവൾക്ക് കഴിക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചി, ഇനി കഴിക്കാൻ നിന്നാൽ 8:10 ബസ് അങ്ങ് പോകും. പിന്നെ ഞാൻ കോളേജിൽ കയറാൻ വൈകും. ഞാൻ ഇറങ്ങുവാ. ഇനിയും അമ്മച്ചിയുടെ പറച്ചിൽ കേട്ടിരുന്നാൽ എനിക്ക് ബസ് മിസ്സാകും. അതും പറഞ്ഞ് ആനി ബാഗും എടുത്ത് ധൃതിയെ നടക്കാൻ തുടങ്ങി. ആനി ഓടിക്കതച്ച് വന്നപ്പോഴേക്കും ബസ് എടുത്തു. ഹലോ ചേട്ടാ, ആള് കയറാനുണ്ട്. എവിടെ? ബസ് അതിൻ്റെ പാട്ടിന് പോയി. അപ്പോഴാണ് എതിർവശത്ത് ബൈക്കിൽ ചാരി തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ജിജോയെ അവൾ കാണുന്നത്. അയ്യേ, ജിജോ ചായൻ കണ്ടു കാണുമോ? കണ്ടാലെന്താ, ഒരു ബസ് മിസ്സായി. ജിജോ ബൈക്കിലേക്ക് കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അവളുടെ മുന്നിലായി കൊണ്ടുവന്ന് നിർത്തി. അവളുടെ മുഖത്തേക്ക് നോക്കി. ആനി മുഖം കുനിച്ചു നിന്നു. ഡീ, മുഖത്തേക്ക് നോക്കടി. അത് കേട്ടതും പെട്ടെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നും ഇതുപോലൊക്കെയാണോ? എന്ത്? അല്ല, ഈ ബസ്സിൻ്റെ പുറകെയുള്ള ഓട്ടം. അല്ലെങ്കിൽ നിനക്ക് കൊള്ളാം. എന്നും ഞാൻ നിന്നെ കൊണ്ടുവിടുമെന്ന് നീ വിചാരിക്കല്ലോ. ഇപ്പോൾ ഞാൻ കൊണ്ടാക്കി തരാം. വാ, കയറ്. അത് കേട്ടതും ആനി ഒരു നിമിഷം മതിമറന്ന് അങ്ങനെ നിന്നു. ഞാനിപ്പോൾ എന്താ കേട്ടത്? പണ്ട് പള്ളിയിൽ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ബെറ്റ് വെച്ചിട്ടുണ്ട്, ജിജോ ചായനെ കെട്ടിപ്പിടിച്ച് ആ ബൈക്കിൻ്റെ പുറകിൽ പോകുമെന്ന്. ഡീ, നീ എന്താ ആലോചിച്ച് നിൽക്കുവാ? കയറ്. അത് കേട്ടതും അവൾ അവൻ്റെ പിറകിലായി കയറിയിരുന്നു. ജിജോ മിററിൽ കൂടി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ചുണ്ടിൽ അതിമനോഹരമായൊരു പുഞ്ചിരി മുട്ടിട്ടു. കയറിയോ? അവൾ മൂളി. നിനക്കെപ്പോഴും ഈ മൂളക്കം മാത്രമേ ഉള്ളൂ. വാ തുറന്ന് സംസാരിക്കണം, കേട്ടല്ലോ? അല്ലേ എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കൂട്ടും. അവളുടെ അനക്കമൊന്നും ഇല്ലാതെ വന്നതും ജിജോ ബൈക്ക് സൈഡിലായി ഒതുക്കി. ഡി ആനി, എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ വഴക്ക് പറഞ്ഞതല്ല. നീ എൻ്റെ പെണ്ണാണ് എന്നുള്ള അവകാശത്തിൻ്റെ മേൽ പറഞ്ഞു പോയതാ. അത് കേട്ടതും ആനി അവളുടെ കൈകൾ അവൻ്റെ ഇടുപ്പിലൂടെ വെച്ചു അവനിലേക്ക് ചേർന്ന് നിന്നു. അവൻ്റെ ഷോൾഡറിൽ മുഖം കുത്തി വെച്ച് അവനോടായി പറഞ്ഞു. എനിക്ക് എൻ്റെ ജിജോ ചായൻ എന്നോട് ഇത്ര സ്വാതന്ത്ര്യമെടുത്ത് സംസാരിക്കുന്നത് എന്തിഷ്ടമാണെന്നറിയാമോ?
അവളുടെ തുറന്ന പിറച്ച കേട്ടതും ജിജോ അവളുടെ കൈകളിലേക്ക് അവൻ്റെ കൈ കോർത്തു പിടിച്ചു. കൊച്ചു വല്ലതും കഴിച്ചിരുന്നോ? അവൾ ആ കഴിച്ചു. എന്നാൽ നമുക്ക് പോയാലോ? അതും പറഞ്ഞ് ജിജോ ആനിയും കൊണ്ട് കോളേജിലേക്ക് തിരിച്ചു. അഞ്ജലി അതിരാവിലെ തന്നെ അർജുൻ്റെ വെളിയിലേക്ക് വന്നതായിരുന്നു. ഇതേ സമയം അർജുൻ ഹോസ്പിറ്റലിൽ പോകാനായി റെഡിയാവുകയായിരുന്നു. അഞ്ജലി അധികാരഭാവത്തിൽ അർജുൻ്റെ റൂമിലേക്ക് നടന്നു. റൂമിൻ്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചതും അവൾ കാണുന്നത് ഷർട്ടിൻ്റെ ഓരോ ബട്ടൺ സൈഡെന്ന അർജുൻ്റെയാണ്. അവളൊരു നിമിഷം അവനെ തന്നെ അങ്ങനെ നോക്കി നിന്നു. പാതി തുറന്നു കിടക്കുന്ന ഷർട്ടിൻ്റെ ഉള്ളിലൂടെ വിടവാകുന്ന അവൻ്റെ സിക്സ് പാക്ക് ബോഡിയും ചെമ്പൻ രോമങ്ങളും. അഞ്ജലി ഒരു നിമിഷം വെള്ളമിറക്കി അവനെ തന്നെ അങ്ങനെ നോക്കി നിന്നുപോയി. അർജുൻ അവളുടെ നിൽപ്പും നോട്ടവും കാണുകെ റൂം വലിച്ചടച്ച് ലോക്കിട്ടു. അത് അവളുടെ മുഖത്തിന് കിട്ടിയ ഒരടി പോലെയായിരുന്നു. അവളുടെ മുഖമടച്ച് ഒന്ന് കൊടുക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. നേരെ അവൾ അമ്മ അല്ല ദേവിക മാഡത്തിന് അരികിലേക്ക് പോകും. അർജുൻ റെഡിയായി താഴേക്ക് ചെല്ലുമ്പോൾ സർവൻ്റ് ഗായത്രി ശ്രീകുട്ടനെ റെഡിയാക്കി അർജുൻ്റെ കയ്യിലേക്കായി കൊടുത്തു. സർ, മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ആ ഗായത്രി, കൊണ്ടുപോകണം. ഇവിടെ എൻ്റെ മോനെ നോക്കാൻ. അതും പറഞ്ഞുകൊണ്ട് അവൻ സോഫയിലായിരിക്കുന്ന അഞ്ജലിയെയും ദേവികയും ഒന്ന് നോക്കി. അർജുൻ കുഞ്ഞിനെ ഗായത്രിയുടെ കയ്യിൽ നിന്നും വാങ്ങി. അവൻ കുഞ്ഞുമായി പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും ദേവിക അവൻ്റെ അടുക്കലേക്ക് ചെന്നു. അർജുൻ, നീ ഇതിനെയും കൊണ്ട് എവിടേക്ക് പോകുന്നു? ഇതിനെ നോക്കാനല്ലേ അഞ്ജലി മോൾ വന്നേക്കുന്നത്? അർജുൻ കണ്ണുകളടച്ച് ദേഷ്യം നിയന്ത്രിച്ചു. ഇത് എൻ്റെ കുഞ്ഞിനെ അങ്ങനെ സംബോധന ചെയ്യലുമെന്ന് ഞാൻ നിങ്ങളോട് പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളോട് സംസാരിച്ച് എൻ്റെ ടൈം കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതും പറഞ്ഞ് അർജുൻ പാർക്കിങ്ങിലേക്ക് കുഞ്ഞുമായി പോയി. ദേവിക അഞ്ജലിയെ കണ്ണ് കാണിച്ചു. പോ, അവൻ്റെ ഒപ്പം പോ എന്ന പോലെ. അഞ്ജലി അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാനും വരട്ടെ കൂടെ? കുഞ്ഞിനെയും കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? അവനൊന്നും തന്നെ മിണ്ടിയില്ല. അവൾ കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അർജുൻ പല്ല് ഞെരിച്ചുകൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലെ ഡോറ് അവൾക്കായി തുറന്നു കൊടുത്തു. അവൾ കയറിയതും അർജുൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ ഹോസ്പിറ്റലിലേക്ക് എടുത്തു. റിസപ്ഷനിൽ നിന്നും ഫയൽ വാങ്ങി തിരിഞ്ഞതും പുറത്തായി അർജുൻ്റെ കാർ വന്ന് നിന്നത് എമി കാണുകെ അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ അവിടേക്ക് തന്നെ നോക്കിയതും കാണുന്നത് കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കുഞ്ഞുമായി ഇറങ്ങുന്ന അഞ്ജലി, അവളുടെ അടുത്തായി ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അർജുൻ. അത് കാണുകെ എമിയുടെ മുഖം മങ്ങി.